തിരഞ്ഞെടുപ്പ് ചട്ടം ശബരിമല കർമ്മസമിതിക്ക് ബാധകമല്ലെന്നാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നത്. കർമ്മസമിതി രാഷ്ട്രീയ പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നുമല്ല, ശബരിമല ജനങ്ങളെ ഓർമ്മപ്പെടുത്തും. അതിനാണ് ധർണയെന്നും ചിദാനന്ദപുരി പറയുന്നു. എന്നാൽ കർമ്മസമിതിക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. സമിതിയുടെ മറവിലുള്ളത് RSS ആണ്. നാമജപത്തിനെതിരെയും പരാതി നൽകുമെന്നും LDF അറിയിച്ചിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനം സജീവ തിരഞ്ഞെടുപ്പ് വിഷയമായി മുന്നോട്ട് പോവുകയാണ്. മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്നതാണ് കർമ്മസമിതിയുടെ മുദ്രാവാക്യം. സംസ്ഥാനമാകെ കൂറ്റൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് വീടുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തുമാണ് പ്രചരണം നടത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ BJP സ്ഥാനാർത്ഥികളെ കുറിച്ചോ പരാമർശങ്ങളൊന്നും തന്നെയില്ല. ശബരിമല സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു എന്ന പേരിലാണ് സമിതി പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. കർമ്മസമിതി പ്രചരണം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. നോട്ടീസ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും നേരിട്ട് പറയാത്തത് തന്ത്രമാണെന്നും വോട്ടർമാരെ ദൈവത്തിന്റെ പേരിൽ BJPക്ക് വേണ്ടി സ്വാധീനിക്കുകയാണ് ഉദ്ദേശമെന്നാണ് പരാതിയിൽ പറയുന്നത്. പോസ്റ്ററുകളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർമ്മസമിതി. അതിന്റെ പേരിൽ ആർക്കും നടപടി എടുക്കാനുമാവില്ല. സമിതിയുമായി ബന്ധമില്ലെന്ന നിലപാട് ആവർത്തിക്കുന്നുമുണ്ട് BJP. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കർമ്മസമിതിയുടെ നോട്ടീസുകൾ പോലീസ് പിടിച്ചെടുത്തെങ്കിലും പിന്നീട് വിട്ടുകൊടുത്തിരുന്നു. കർമ്മസമിതിയുടെ പ്രചരണത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ചട്ടലംഘനം ഉണ്ടായോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും കളക്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല പ്രക്ഷോഭത്തിന് ശബരിമല കർമ്മസമിതി നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ നാമജപ പ്രതിഷേധം നടത്താനായിരുന്നു അന്ന് ആഹ്വാനം ചെയ്തത്. അയ്യപ്പഭക്തന്മാരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് കർമ്മസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേതാക്കൾക്കെതിരെ 1000-ഓളം കേസുകൾ എടുത്തിരുന്നു. ആചാര ലംഘനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന്റെ പേരിൽ സർക്കാർ വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണെന്നും അയ്യപ്പ ഭക്തർക്കെതിരെയും ഹിന്ദു സംഘടനാ നേതാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നും PDPP ആക്തിൽപ്പെടുത്തി പീഡിപ്പിക്കുകയാണെന്നും കർമ്മസമിതി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് കർമ്മസമിതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ശബരിമല വിഷയത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടത് BJP ആണ്. അതിന് പത്തനംതിട്ടയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ജയിലിലാവുകയും ചെയ്തു. അപ്പോഴൊക്കെ ശബരിമല കർമ്മസമിതിക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു, ആർക്കൊപ്പം നിന്നു എന്നുള്ളത്. അതൊന്നും പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്താതെ പരോക്ഷമായി BJP പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിലും അവർ സ്വീകരിച്ചിരിക്കുന്നത്. ലഘുലേഖകളൊക്കെ വിതരണം ചെയ്തും നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി വീണ്ടും ശബരിമല സജീവമാക്കുകയാണ് ശബരിമല കർമ്മസമിതിയുടെ ലക്ഷ്യം. അതിലൂടെ ശബരിമലയെ തിരഞ്ഞെടുപ്പ് സമയത്ത് ലൈവായി തന്നെ നിർത്തുക. എന്തായാലും ഇടതുമുന്നണി അതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ നാമജപ ഘോഷയാത്രയുമായി രംഗത്തിറങ്ങാനും ശബരിമല കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.